ഏവർക്കും CNC കോളേജിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബേസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതിനെ ഞാനിവിടെ എഴുതാം. വിൽ എന്നാണ് അതിനെ പറയുന്നത്. അതിനെ ബേസ് എന്നോ ടെക്നിക്കെന്നോ ഏതാണെങ്കിലും നമുക്ക് പറയാം. വിൽ എന്ന് പറഞ്ഞാൽ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഞാൻ അത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പോകും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും എന്നാണ്. അപ്പോൾ അതേ സ്ഥാനത്ത് നമുക്ക് ഞാൻ വരും എന്ന് പറയണം. അപ്പോൾ ഐ വിൽ കം എന്ന് ചേർത്താൽ മതി. ഐ വിൽ കം, ഞാൻ വരും എന്നാകും. ഞാൻ വരും. ഇപ്പോൾ ഞാൻ പാസ്സാകും എന്ന് പറയണമെങ്കിൽ ഐ വിൽ, അതിവിടെ പാസ് എന്ന് ചേർത്താൽ ഞാൻ പാസ്സാകും എന്ന് വരുന്നു. അപ്പോൾ വില്ലെന്ന് പറഞ്ഞാൽ ചെയ്യും എന്നാണ്. അപ്പോൾ വില്ലെന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ വില്ലിനോടൊപ്പം നമ്മളിവിടെ ഒരു വെർബ് എന്ന് പറയും. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. ഏത് ക്രിയയാണോ, നമുക്കിപ്പോൾ ഐ വിൽ ബാത്ത്, ഐ വിൽ പാസ്, ഐ വിൽ ഓപ്പൺ, ഐ വിൽ ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് കാര്യം നമ്മളിവിടെ ചേർത്താലും നമ്മളത് ചെയ്യും എന്നതാണ്. അപ്പോൾ കം എന്ന് പറഞ്ഞാൽ വരിക, അപ്പോൾ വില്ലും കൂടെ ചേർക്കുമ്പോൾ വിൽ കം എന്ന് പറഞ്ഞാൽ വരും എന്നാണ്. അതിപ്പോൾ ഞാനാണെങ്കിൽ ഐ വിൽ കം എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് വി വിൽ കം, നമ്മൾ വരും എന്ന് പറയണം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ചേർത്താൽ മതി. ഇനി നീ വരും എന്ന് നമ്മൾ പറയണം, യു വിൽ കം. അത് അങ്ങനെ നമ്മൾ ഒത്തിരി ഉപയോഗിക്കാറില്ല യു വിൽ കം എന്നുള്ളത്. എങ്കിലും നമുക്ക് വേണമെങ്കിൽ നീ എന്തായാലും ഇവിടെ വരും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, യു വിൽ കം എന്നുള്ള രീതിയിൽ. ദെൻ നമ്മൾ പറയാറുണ്ട് അവൻ വരും, ദെൻ ഷീ അവൾ വരും, അല്ലെങ്കിൽ ഇത് വരും, ഇപ്പോൾ ബസ് വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൂച്ച വരും. ഇറ്റ് വിൽ കം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരും, വി വിൽ കം എന്ന് പറഞ്ഞാൽ നമ്മൾ വരും, യു വിൽ കം നീ വരും, യു വിൽ ഗോ നീ പോകും, ഹി വിൽ കം അവൻ വരും, ഷീ വിൽ കം അവൾ വരും, ഇറ്റ് വിൽ കം ഇത് വരും, അല്ലെങ്കിൽ അത് വരും. ബസ് വിൽ കം നൗ, ഇപ്പോൾ വരും, അല്ലെങ്കിൽ ബസ് വിൽ കം ടുമാറോ, നാളെ ബസ് വരും, റിസൾട്ട് വിൽ കം ടുമാറോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിവിടെ പറയാം. ഇനിയിപ്പോൾ അടുത്ത ബാബു ആണ് വരുന്നതെങ്കിൽ ബാബു വിൽ കം, അല്ലെങ്കിൽ ഇപ്പോൾ ഫാത്തിമയാണ് വരുന്നതെങ്കിൽ ഫാത്തിമ വിൽ കം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രസിഡൻ്റ് ആണ് വരുന്നതെങ്കിൽ പ്രസിഡൻറ്റ് വിൽ കം. ഇങ്ങനെ നമുക്ക് ഏത് കാര്യങ്ങളും ചെയ്യും എന്ന് പറയാൻ വില്ലിനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും ഇൻ ഫ്യൂച്ചറിൽ ഈ പറയുന്നതിനപ്പുറത്തേക്ക് ചെയ്യും എന്ന് പറയണമെങ്കിൽ നമ്മൾ വില്ലിനെ ഉപയോഗിച്ചാൽ മതി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഐ വിൽ കം ഞാൻ വരും, ഐ വിൽ ഗോ ഞാൻ പോകും, ഐ വിൽ പാസ് ഞാൻ പാസ്സാകും. അപ്പോൾ ഇവിടെ നമ്മളൊരു വെർബാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. വെർബിന് 3 ഫോം ഉണ്ട്. ഇപ്പോൾ ഗോ, വെൻറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഗോൺ എന്ന് പറയുന്നു, ഗോൺ. ഇങ്ങനെ 3 ഫോം ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഐ വിൽ ഹെൽപ്പ്, ഞാൻ ഹെൽപ്പ് ചെയ്യും, ഐ വിൽ ടേക്ക് ഞാൻ എടുക്കും, ഐ വിൽ ക്ലോസ് ഞാൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽപ്ഡ് അല്ല, ഹെൽപ്പിംഗ് അല്ല, ഒന്നുമല്ല, ഫസ്റ്റ് ഫോം എടുത്ത് ഇവിടെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ വളരെ വേഗം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഐ വിൽ റീച്ച് ഞാൻ എത്തും ബിഫോർ 5 o'clock, ഐ വിൽ ഗോ ടു ദുബായ് ടുമാറോ ഞാൻ നാളെ പോകും, ഐ വിൽ ഹെൽപ്പ് യു ടുഡേ ഓർ നൗ, ഐ വിൽ ടേക്ക് യുവർ ടിക്കറ്റ്, ആൻഡ് ഐ വിൽ ബ്രിങ് മൈ ടെക്സ്റ്റ് ഓർ ഐ വിൽ ബ്രിങ് യുവർ ടെക്സ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഐ എന്നുള്ളത് മാറ്റി വിയോ, യുവോ, ഹി, ഷീ, ഇറ്റോ, ബസ്സോ, ബാബുവോ, ഫാത്തിമയോ, പ്രസിഡൻറ്റോ, അങ്ങനെ ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യും എന്ന് പറയാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് വിൽ എന്ന് പറയുന്ന WILL എന്ന് പറയുന്ന വില്ലിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് കാര്യവും നമുക്ക് ചെയ്യും എന്ന് പറയാം എന്ന് മനസ്സിലാക്കുക. ഒരു 100% ഷുവർട്ടിയോട് കൂടി ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇത് എന്നുള്ളത് കൂടി നമ്മൾ അറിയുക. അപ്പോൾ വിൽ എന്ന ടെക്നിക്കാണ് നമ്മളിന്ന് പഠിച്ചത്. വില്ലെന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ ഇപ്പുറത്ത് വരുന്ന ഏത് വെർബാണോ, വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണോ, അക്കാര്യം ചെയ്യും എന്നുള്ളതാണ്. അതേസമയത്ത് ഐ വിൽ വെൻറ്റെന്നോ ഐ വിൽ ഗോയിങ് എന്നോ ഒന്നും പറയില്ല. ഐ വിൽ ഫസ്റ്റ് ഫോം ഇവിടെ ഗോയോ, കമ്മോ, പാസോ, ഈറ്റോ, ഡ്രിങ്കോ, മീറ്റോ, വിസിറ്റോ, അങ്ങനെ ഏത് കാര്യം, ഐ വിൽ സ്ലീപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ള ഇപ്പോൾ അവൻ വരുമെന്നോ, മൈ ഫ്രണ്ട് വിൽ കം എന്നോ, അല്ലെങ്കിൽ മൈ ഫാദർ വിൽ കം എന്നോ, മൈ മദർ വിൽ കം, മൈ സിസ്റ്റർ വിൽ കം, മൈ ബ്രദർ വിൽ കം, മൈ ബ്രദർ വിൽ ഗോ, മൈ ബ്രദർ വിൽ പാസ്, ഇങ്ങനെ ഏത് കാര്യങ്ങളും നമുക്ക് കൂട്ടിയിണക്കി പറയാം എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ വില്ലിനെ നല്ലതുപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യു ക്യാൻ യൂസ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ. താങ്ക് യു.